റമദാൻ നോമ്പുകാലത്ത് പത്തനാപുരം ഗാന്ധി ഭവനിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും സ്നേഹകരങ്ങളുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഗാന്ധി ഭവനിലെ അന്തേവാസികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും ചികിത്സയ്ക്കുമായി 1 കോടി രൂപയുടെ സഹായം കൈമാറി. വർഷങ്ങളായി എം എ യൂസഫ് അലി നൽകി വരുന്ന സഹായം പതിവ് തെറ്റിക്കാതെയാണ് പുണ്യ റമദാൻ മാസത്തിലും എത്തിച്ചത്. 12 കോടിയുടെ സഹായമാണ് ഇതുവരെ ഗാന്ധി ഭവന് എം എ യൂസഫ് അലി കൈമാറിയത്. 1500ഓളം അന്തേവാസികളാണ് പത്തനാപുരം ഗാന്ധി ഭവനിലുള്ളത്. ഇവരിൽ രോഗബാധിതരായവരും മാനസിക വെല്ലുവിളി നേരിടുന്നവരും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധജനങ്ങളുമാണ് ഏറെയും. ഇവരുടെ ഭക്ഷണം, മരുന്നുകൾ, ആശുപത്രി ചികിത്സ, വസ്ത്രം, സേവന പ്രവർത്തകരുടെ വേതനം, മറ്റു ചെലവുകൾ ഉൾപ്പെടെ പ്രതിദിനം 3 ലക്ഷം രൂപയിലധികം ചെലവുണ്ട്. റമദാൻ കാലത്തും തുടർന്ന് 1 വർഷത്തേക്കുമുള്ള ഭക്ഷണത്തിനും ചികിത്സയ്ക്കുമായാണ് 1 കോടി രൂപയുടെ സഹായം ഓരോ വർഷവും ഗാന്ധി ഭവന് എം എ യൂസഫ് അലി നൽകി വരുന്നത്. 10 വർഷം മുൻപ് ഗാന്ധി ഭവൻ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ അന്തേവാസികളുടെ താമസ സൗകര്യത്തിന്റെ അപര്യാപ്തതയും സ്ഥാപനത്തിന്റെ സാമ്പത്തിക ക്ലേശങ്ങളും മനസ്സിലാക്കിയതോടെയാണ് ഓരോ വർഷവും യൂസഫ് അലി മുടങ്ങാതെ സഹായം എത്തിക്കാൻ തുടങ്ങിയത്. ഗാന്ധി ഭവനിലെ അമ്മമാർക്കായി 15 കോടിയിലധികം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള ബഹുനില മന്ദിരം യൂസഫ് അലി നിർമ്മിച്ചു നൽകിയിരുന്നു. എം എ യൂസഫ് അലിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സെക്രട്ടറി എ ഹാരിസ്, ലുലു ഗ്രൂപ്പ് ഇന്ത്യ പ്രൊജക്ട് ഡയറക്ടർ ബാബു വർഗീസ്, ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ പി സ്വരാജ് എന്നിവർ ഗാന്ധി ഭവനിലെത്തി 1 കോടി രൂപയുടെ ചെക്ക് ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന് കൈമാറി. തിരുവനന്തപുരം ലുലു മാൾ പബ്ലിക് റിലേഷൻ മാനേജർ സൂരജ് അനന്തകൃഷ്ണൻ ഒപ്പമുണ്ടായിരുന്നു. കാരുണ്യത്തിന്റെ ലോകത്തേക്ക് നമ്മളെ സ്നേഹിക്കുന്നു. നമുക്ക് 2 മഹാമന്ദിരങ്ങൾ, നമുക്ക് സ്വപ്നം കാണാൻ പോലും സാധ്യമാകാത്ത 2 മന്ദിരങ്ങൾ നമുക്ക് സ്ഥാപിച്ചാണ്. അമ്മമാരുടെ വാസകേന്ദ്രമായ ആ മനോഹരമായ മള്ളിമാളിയ അദ്ദേഹം 15 കോടി രൂപ ചെലവഴിച്ചാണ് ആ മന്ദിരം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ 20 കോടി രൂപ ചെലവഴിച്ച് നമ്മുടെ അച്ഛന്മാർക്കും മറ്റുള്ളവർക്കുമായി ഒരു സ്നേഹ സൗധം ഇവിടെ പടുത്തുവെത്തിയിരിക്കുക. അതിമനോഹരമായി നമ്മുടെ അമ്മമാരുടെ മന്ദിരം പരിപാലിക്കാൻ എല്ലാ മാസവും കൃത്യമായി 1 ലക്ഷം രൂപ അതിൻ്റെ പരിപാലന അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നില്ല. എല്ലാ വർഷവും നോമ്പ് നാളിൽ നമുക്ക് 1 കോടി രൂപയുടെ സമ്മാനങ്ങൾ അദ്ദേഹം എത്തിച്ചു തരികയാണ്. ഇങ്ങനെ ഒരു മഹാമനുഷ്യൻ, ഒരു അത്ഭുത മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ ജനിച്ചു, നമ്മളുടെ ഒരാളായി, മലയാളിയായി മാറിയിരിക്കുന്നു. എല്ലാ വർഷവും നമ്മുടെ ഗാന്ധി ഭവന് ഈ റംദാൻ ടൈമിൽ 1 കോടി രൂപ കൊടുക്കുന്നുണ്ട്. അത് ഇവിടെയുള്ള അച്ഛനമ്മമാരുടെ മരുന്നിനും അവരുടെ ആഹാരത്തിനും വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അത് മറ്റു ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ വേറെയാണ്. ഇത് അവരുടെ ആഹാരം, നല്ല അവർക്ക് നല്ല മരുന്നും എല്ലാം പ്രോപ്പറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സംഖ്യയാണ് 1 കോടി രൂപ എന്ന് പറയുന്നത്. അത് എല്ലാ വർഷവും ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഈ വർഷവും അത് കൊടുക്കാനായിട്ടാണ് വന്നത്. ഓരോ വർഷം വരുമ്പോൾ നിങ്ങളെ മുഖത്ത് ആർക്കും ഒരു അവസരങ്ങളില്ല. നിങ്ങളെല്ലാം തൃപ്തരാണ്. ഇനിയും ഇങ്ങനെ തുടർന്നു പോകണം. ഈ ഒരു കൂട്ടായ്മ നിങ്ങളെല്ലാവരും ഒരു പൂന്തോട്ടത്തിലെ വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് നിറഞ്ഞ് കാണാൻ കഴിയുന്നത്. അങ്ങനെ വിടർന്നു നിൽക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സോമരാജ് സാറിന്റെ ജന്മദിനാശംസ കാണാൻ അദ്ദേഹത്തെ ഒന്ന് ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ഇവിടെ എത്തുകയും നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടി അത് തുറന്നു നൽകുന്ന